എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ സ്കാനിങ് സെൻറ്ററിൽ വന്നതാണ്. അപ്പം നിസാറിക്ക കൂടെ വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം എന്ന് പറഞ്ഞു. കാരണം ഇതിനൊന്നും എനിക്കിങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ. അവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ, ആർക്കാണെങ്കിലും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവരെയും കൂടി കൊണ്ടുവന്ന് ഇരുത്തുന്നതിൽ കാര്യമുണ്ട്. ഇല്ലാതെ വെറുതെ ഇരുത്താനായിട്ട് അവരെ കൊണ്ടുവരണോ? ഞാൻ രാവിലെ തന്നെ വന്നതേ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണേ. ആരുമില്ല, അപ്പം എന്നെ വിളിക്കും. ഞാനിവിടെ വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മാമോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കാണണം. അപ്പോൾ അവർ തന്നെ പറയും 40-45 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഇടയ്ക്ക് മാമോഗ്രാം ചെയ്യാൻ പറയും. ഞാൻ അതാണ് മാമോഗ്രാം ചെയ്യുന്ന മെഷീൻ കേട്ടോ. ഞാൻ 2015 ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ 22 ചെയ്തു, പിന്നെ ഇതാ ഇപ്പോഴാണ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ പടച്ചോ സഹായിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ എനിക്ക് ചെറിയൊരു ഡിസ്റ്റർബ് പോലെ തോന്നിയതുകൊണ്ട് എങ്കിൽ പിന്നെ ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്ന് ചെയ്തേക്കാം, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അവർക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതിപ്പം അൾട്രാസൗണ്ട് ചെയ്യുന്നത് മുകളിലാണ് കേട്ടോ. അപ്പം അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ രാവിലെ തന്നെ വന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാരും ഒന്നും വന്ന് തുടങ്ങിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എത്ര ബുദ്ധിമുട്ടിയാലും രാവിലെ വരുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസൊക്കെ ആണെങ്കിൽ ഞാൻ രാവിലെ വരുവേ. എനിക്കിങ്ങനെ ഒരുപാട് റഷിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് പിന്നെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തായാലും പിന്നെ അതൊക്കെ കഴിഞ്ഞു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് റിസൾട്ടും തന്നു കേട്ടോ. പക്ഷേ ഇന്നിനിപ്പം ഡോക്ടർ ഉണ്ടാവത്തില്ല. അപ്പം ഡോക്ടറിനെ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു മൺഡേ കൊണ്ടുചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിസാറിക്ക് ഇടയ്ക്കൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിത് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഇതാ കണ്ട റോഡൊക്കെ നല്ല റഷായി, നല്ല ടൈം ആയി കേട്ടോ. അപ്പോൾ പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് ടാബ്ലറ്റ് കഴിക്കാനുള്ളതല്ലേ, അപ്പോൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം ഞാൻ കഴിക്കാനായിട്ട് പാരഗണിലേക്ക് വന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നമ്മളുടെ ശരീരത്തിൽ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണാൻ ഒരു മടിയും വിചാരിക്കരുത്. പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും മടിച്ചിട്ട് ചിലപ്പോൾ ആരോടും പറയത്തില്ല, ഇതിനൊക്കെ ഉള്ളിലൊതുക്കി വെച്ചിരിക്കും. പക്ഷെ അതൊക്കെ ഭയങ്കര കേടാണ് വരുന്നത്. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നുമില്ല നമ്മുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയണം, അതല്ലെങ്കിൽ നമ്മളൊരു ഡോക്ടറിനെ കണ്ടിട്ട് അവരുടെ ഒപ്പീനിയൻ വാങ്ങിക്കണം എന്താണെന്നുള്ളത്. ഇതിലൊന്നും നമ്മൾ നാണക്കേട് വിചാരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പലരും സംഭവം സീരിയസ് ആവുമ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതും ബാക്കി പിന്നെ വഷളായി കഴിയും ഓരോ കാര്യങ്ങൾ. അപ്പം ഞാൻ ഈ അടുത്ത് ഒരു സംഭവം കണ്ടതുകൊണ്ടാണ്. അപ്പോൾ അവർ ഇത് നിസ്സാരമായിട്ട് വെച്ചിരുന്നു കേട്ടോ. പിന്നെ ഇവർ ഡോക്ടറിനെ കണ്ടപ്പോഴേക്ക് ഡോക്ടർ പറഞ്ഞു ഇത് മുഴ ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ അവർ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കണ്ട കാര്യമാണ് 3 വലിയ മുഴ അവർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരാളിനെ കാണാനായിട്ട് പോയപ്പോൾ നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ തന്നെ ആയിരുന്നു കേട്ടോ അവരുടെ മോള്. അപ്പോഴാണ് എന്നെ ഇത് കാണിച്ചു തന്നത്. അപ്പം നമ്മൾ അതിലേക്കൊന്നും പോകണ്ടല്ലോ. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു അമ്മ ഇത് സീരിയസ് ആയിട്ട് വെച്ചില്ല, അങ്ങനെ സംഭവിച്ചതാണെന്ന്. പക്ഷെ നമ്മൾ അത്രയും ആ ഒരു റിസ്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു കാര്യത്തിനാണെങ്കിലും കേട്ടോ. അപ്പം നമ്മൾ ഡോക്ടറിനെ കാണുമ്പം അവർ അതിൻ്റെതായ രീതിയിൽ ഓരോ കാര്യങ്ങൾ പറയും. എല്ലാവരും ഭയന്നിട്ടാണ് ഹോസ്പിറ്റലിലേക്കൊന്നും പോവാത്തത്. അപ്പം ഞാൻ വേറൊന്നും വാങ്ങിച്ചില്ല, നമ്മളുടെ സാധാ പുട്ടും കടലയും തന്നെയാണ്. അപ്പം എനിക്കിനിയിപ്പം പോകുന്ന വഴിയിൽ തന്നെ 1-2 കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം മോളും വീട്ടിൽ കുഞ്ഞൊക്കെ ഉള്ളത് കൊണ്ട് ഫാബി മോൾക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പലരും എൻ്റെ അടുത്ത് ചോദിക്കും കേട്ടോ. എന്താ ഇത്തട മരുമോള് ജോലി ചെയ്യത്തില്ലേ എന്നൊക്കെ ചോദിക്കും. അവളാൽ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും. ഞാൻ എപ്പോഴും അവളെ എൻ്റെ മക്കളുടെ സ്ഥാനത്തെ ഞാൻ കാണാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളുടെ മക്കളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത്ര അങ്ങ് വിചാരിച്ചാൽ മതി. എന്നാലും ഇതിൽ ചിലർക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുള്ളത് പോലൊക്കെ കമൻസിൽ ഞാൻ കാണും കേട്ടോ. അതിലൊന്നും ഇപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ട് വരേണ്ടതാണെങ്കിൽ വരേണ്ടത് എനിക്കല്ലേ. അപ്പം അത്ര അങ്ങ് ചിന്തിച്ചാൽ മതി. നമ്മളെ കുട്ടികളെ പോലെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിലൊന്നും വലിയ പ്രശ്നമായിട്ടും കാര്യമായിട്ടും ഒന്നും തോന്നത്തില്ല കേട്ടോ. കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ലൊരു ആശ്വാസം കിട്ടി കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ കൃത്യസമയത്ത് കഴിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വരുന്ന വഴിയിൽ വെജിറ്റബിൾ ഷോപ്പിൽ കയറി. അപ്പോൾ കുറച്ച് ടൊമാറ്റോ ഒന്നും വീട്ടിലില്ലായിരുന്നു കേട്ടോ. അപ്പം പിന്നെ അത് വാങ്ങിയിട്ട് പോകാമെന്ന് കരുതി. ഈ ഒരു ഫ്രൂട്ടിനെ കുറിച്ച് എത്ര പേർക്കറിയാം?
ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തക്കാളി പോലെ ഇരിക്കും കേട്ടോ. ഇതിപ്പോൾ കളറൊന്നുമില്ല, നല്ല നമ്മളിപ്പം ചില സമയമൊക്കെ വാങ്ങിക്കണ നല്ല റെഡ് കളറിലുള്ളത് നമുക്ക് കിട്ടും കേട്ടോ. കാക്ക ഫ്രൂട്ട് എന്നാണ് ശരിക്കും ഇതിൻ്റെ പേര് കേട്ടോ. ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ പറയുക കേട്ടോ. നല്ല ലെറ്റ്യൂസൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ വളരെ ടയേർഡായിട്ടിരിക്കുന്നതുകൊണ്ട് ഇനി ഇത് വാങ്ങിച്ചാലും വീട്ടിൽ ചെന്ന് ഉണ്ടാക്കുമോ എന്നൊക്കെ ഉള്ള സംശയം എന്നിലുള്ളായിരുന്നു. ഇതെന്താണ് പേരെന്ന് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ എനിക്കറിയാം ഇതിന്റെ പേര്. അപ്പൊ നിങ്ങൾ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ ഇതെന്താണെന്നുള്ളത്. കണ്ടു കഴിഞ്ഞാൽ അതാ കണ്ട എന്തൊരു ഭംഗിയാണല്ലേ, മുല്ല മൊട്ടിന്റെ വലിയ ഒരു സൈസ് പോലെയല്ലേ നമുക്ക് തോന്നുന്നത്. അപ്പൊ ഇവിടെ വന്നിങ്ങനെ എനിക്ക് പച്ചക്കറി കടകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ ഒരു സ്വഭാവ രീതി എന്താന്ന് വെച്ചാൽ ഓരോ കാര്യവും ഞാൻ തന്നെ പോയി വാങ്ങിച്ച് ഞാൻ തന്നെ എന്ന് വെച്ചാൽ ചിലർ ഞാൻ പറഞ്ഞില്ലേ പറയും ഇത്താക്കല്ല ഇത്താടെ കൈകളിലൂടെ ഓടി നടക്കണമെന്ന് പോയി. ശരിയാണ്, ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണ്. പക്ഷെ അത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ലല്ലോ. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല എന്ന് വേണം ചിന്തിക്കാൻ. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. പക്ഷെ എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ പറ്റിയ എൻ്റെ മാക്സിമം ഞാൻ ചെയ്യാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പം നമുക്ക് എല്ലാവരും ഇങ്ങനെ എന്നെപ്പോലെ ഈ ഒരു സ്വഭാവ രീതി വരണം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതിനിപ്പം സ്വയം പുകഴ്ത്തലെന്നോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെയും വേദനിപ്പിക്കാതെയും നല്ല രീതിക്ക് മുന്നോട്ട് ജീവിതം നയിക്കാൻ നോക്കണം. പിന്നെ ഞാൻ നല്ല കോവയ്ക്കുണ്ട് കേട്ടോ. ഫാബിയോൾക്ക് കോവയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വെച്ചെന്നാൽ പിന്നെ കോവയ്ക്ക എടുക്കാം. പിന്നെ എനിക്ക് ഇവിടെ പച്ചരി വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു പച്ചരി വാങ്ങിക്കാം. ഞാൻ എൻ്റെ മാവ് പത്തിരിയും ഇടിയപ്പമൊക്കെ ഉണ്ടാക്കണ മാവ് തീർന്നു പോയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നല്ല പച്ചരി ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം എനിക്ക് പിന്നെ അത് വാങ്ങിച്ച് ഇനിയിപ്പോൾ പൊടിപ്പിക്കാമല്ല, വീട്ടിൽ ചെന്നാൽ അത് കഴുകി വയ്ക്കുകയും ചെയ്യാം, അത് പൊടിച്ച് വറുത്തൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഇതിനിടയ്ക്ക് ഫാബിയോൾ വിളിച്ചിരുന്ന് അരി ഇടട്ടോ എന്ന് ചോദിച്ചിട്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ശരി നമ്മളെ അരി ഇട്ടോ. ചെറുപയർ വീട്ടിലുണ്ടായിരുന്നേ, അതും ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്താ അത്യാവശ്യം വേണ്ട വെജിറ്റബിൾസൊക്കെ എടുത്തു. ശരിക്കും പറഞ്ഞാൽ ഞാൻ നല്ല ടയേർഡായിട്ട് നിൽക്കുകയാണ് കേട്ടോ. കാരണം ഇപ്പം നല്ല ചൂടാണല്ലോ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഒക്കെ. അപ്പം നമുക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും പിന്നെ ഈ ഹോസ്പിറ്റൽ കേസും ഒക്കെ വരുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ സ്വാഭാവികമായിട്ട് ഭയങ്കരമായിട്ട് ടയേർഡാവും. അപ്പം ഞാൻ വരുന്ന വഴിക്ക് തന്നെ എനിക്ക് പിന്നെ മീനും വാങ്ങിയിട്ട് പോകാമെന്ന് കരുതി. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലും മീനൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ശീല ചേച്ചി വരുമ്പോൾ മീൻ കൊണ്ടുവരും. പക്ഷെ എന്നാലും എനിക്ക് മാർക്കറ്റിൽ വന്ന് നല്ല പിടയ്ക്കുന്ന മീൻ കണ്ട് അവരുടെ അടുത്ത് പറഞ്ഞ് അത് ഞാൻ എല്ലാവരുടെയും മീൻ വാങ്ങിക്കത്തില്ല കേട്ടോ. അപ്പം എനിക്ക് നല്ല രീതിയിൽ കട്ട് ചെയ്ത് വൃത്തിക്ക് തരുന്ന ഒരാളുടെ മാത്രമേ ഞാൻ ഇവിടെ മീൻ വാങ്ങിക്കാറുള്ളൂ. ഞാൻ വീട്ടിൽ വന്നപ്പോഴേക്ക് ഫാബിമോൾ ഇതാ ചോറ് റെഡിയാക്കി ഊറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം ഇനിയിപ്പം പയറും വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഞാനൊന്ന് കുളിച്ച് വരട്ടെ കേട്ടാ, എന്നിട്ട് വേണം ഇനി കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട്. ഞാൻ കുളിച്ചിട്ട് വന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. മഹാറാണി കിടക്കുന്ന കിടപ്പ് നോക്കിക്കേ. ഫാബിയോൾ അടുക്കളയിലായത് കാരണം റാണിയെ ഇവിടെ കിടത്തിയില്ലെങ്കിലുള്ളൊരു ബുദ്ധിമുട്ട് ഇവിടെയൊക്കെ എല്ലാം വലിച്ചു വാരിയൊക്കെ ഇട്ട് കളയും കേട്ടോ. അപ്പം ഞാൻ വന്ന് പയർ കുക്കറിലേക്ക് ഇട്ടു. സാധാരണ ഞാൻ ഇങ്ങനെ തോരൻ വയ്ക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ കുക്കറിലേക്ക് ഇടാറില്ല കേട്ടോ. എനിക്ക് അല്ലാതെ വേവിക്കുന്നതാണ് ഇഷ്ടം. ഇന്നിപ്പം ടൈമില്ല. ശരിക്കും പറഞ്ഞാൽ ഊണിൻ്റെ ടൈം ഇപ്പം തന്നെ ആയി കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഇപ്പം എത്ര സമയമായിട്ടുണ്ടെന്നുള്ളത്. അപ്പം ഞാൻ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ പെട്ടെന്ന് നമ്മൾ കാര്യങ്ങൾ ഞാൻ ഫാബിമോളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, നീ എന്നെ കണ്ടെങ്കിലും മോള് സ്പീഡായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് പഠിക്കണം. പിന്നെ ചിട്ടയായ രീതിയും ഇതൊക്കെ നമ്മൾ ആരിൽ നിന്നാണെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ കാണുകയാണെങ്കിൽ അത് നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണ്. ഇപ്പം നല്ല കാര്യങ്ങൾ ഒരാളിൽ നിന്ന് ഞാനത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ അത് എൻ്റെ ജീവിതത്തിലേക്ക് പകർത്താൻ നോക്കുന്ന ഒരാളാണ്. അപ്പം ഞാനിവിടെ എൻ്റെ മക്കളുടെ അടുത്ത് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, എപ്പോഴും നമ്മൾ നല്ല കാര്യങ്ങൾ നല്ലതായിട്ട് കണ്ട് നമ്മളത് ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് അത് കണ്ട് മറ്റുള്ളവർക്കും ഒരു ഇൻസ്പിറേഷനൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പം നമ്മുടെ ചെറുപയറിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങയും കൊച്ചുള്ളിയും പച്ചമുളക് ചെറിയ ജീരകവും ഇല്ലേ, അതായത് നല്ല ജീരകം, പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ഞാൻ കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് തരിതരിപ്പായിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യണത്. ഞാൻ ഒരുപാട് അങ്ങനെ മഷി പോലെയൊന്നും അരച്ചെടുക്കത്തില്ല കേട്ടോ. അപ്പം ഞാൻ ഈ പാത്രത്തിലേക്ക് അരപ്പൊന്ന് മാറ്റി വെച്ചിട്ട് ഇതേ ജാറിൽ തന്നെ ഞാൻ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പം എല്ലാം ഞാൻ പെട്ടെന്ന് ചെയ്യണമെന്ന് വെച്ചാൽ പാവന് സറിക്ക വിശന്നിരിക്കുമല്ലോ.
അപ്പോൾ അതാ തേങ്ങയും അതുപോലെ തന്നെ കൊച്ചുള്ളി ഉണ്ടല്ലോ, കൊച്ചുള്ളിയും അരിഞ്ഞിടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മീൻകറി നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം മീൻകറി എന്ന് തന്നെ പറയാം കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുക്കണത്. അതും കൂടി ഇട്ടിട്ട് നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാൻ ഈ അരപ്പിൽ തന്നെ ഉപ്പ് ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഇതൊക്കെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ മഷി പോലെ അരക്കത്തില്ല, കുറച്ചിങ്ങനെ അമ്മിക്കല്ലിൽ അരയ്ക്കുന്ന പോലെ അരക്കത്തുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ഇതിനിടയിൽ ഫാബിമോൾ എനിക്ക് മീൻ വാഷ് ചെയ്തുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ മസാല പൊരിക്കാൻ വേണ്ടിയിട്ടുള്ളത് മുളക് പൊടി, മഞ്ഞപ്പൊടിയും കുരുമുളകും ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് ഇളക്കി എടുക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാനുള്ള ടൈമൊന്നുമില്ല, കാരണം ഇത്രയും ലേറ്റായി പോയില്ലേ. അപ്പോൾ ഞാൻ ഇതിനിടയിൽ ഫാബിമോൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എന്തെങ്കിലും കറി ഉണ്ടാക്കണോന്ന് ചോദിച്ചു, രസം ഉണ്ടാക്കണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട മോളെ, ഞാൻ വരുമ്പോൾ ഇതുപോലെ മീനൊക്കെ വാങ്ങിയിട്ട് വരാം, അപ്പം ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവൾ ചോറ് മാത്രം വെച്ചത് കേട്ടോ. അങ്ങനെ ഇതാ മസാലയൊക്കെ പുരട്ടി ഇതാ ഇതുപോലെ അങ്ങ് വെച്ചിട്ട് ഈ സമയം കൊണ്ട് ഇതാ നമ്മളുടെ കുക്കർ വിളിക്കുന്നുണ്ട് കേട്ടോ. ഒറ്റ വിസിലേ ഞാൻ കേൾപ്പിക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള പുളിയൊക്കെ ഞാനൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഏത് കാര്യവും നമ്മൾ പ്ലാനിങ് ചെയ്തു കഴിഞ്ഞാൽ പടപടയെന്ന് നമുക്ക് ജോലി എളുപ്പമാക്കാനായിട്ട് പറ്റും. നിങ്ങൾക്കറിയാലോ ഞാൻ എത്ര നേരം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ. പിന്നെ എന്നെ അറിയുന്ന ഒട്ടുമുക്കാൽ ആൾക്കാർക്കും എന്നെക്കുറിച്ച് ഞാൻ എന്താണ് എന്ന് അറിയാം. പിന്നെ അറിയാത്തവരാണ് എന്തെങ്കിലുമൊക്കെ പറയുന്നത്. ഇതിലേക്ക് പുളിവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ പച്ചമുളകും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണേ. ഞാൻ കാശ്മീരി ചില്ലിയിൽ ഉപയോഗിക്കുന്നത്. ഇവിടെ നിസാറിക്കാക്ക് ഒരുപാട് എരിവൊന്നും പറ്റത്തില്ല. നിസാറിക്കയുടെ കൂടെ കൂടി എന്നെ കൊണ്ട് ഇപ്പം എരിവ് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായി കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ നമ്മളുടെ ചെറുപയർ തുറന്നു നോക്കി വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ അതൊന്ന് ഡ്രെയിൻ ചെയ്തെടുത്ത് കേട്ടോ. അപ്പം കറി ഒന്ന് തിളച്ചയിലേക്ക് ഇനിയിപ്പം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എനിക്കാണെങ്കിൽ മീൻ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ വാങ്ങിക്കണത് ഏത് മീനാണെന്ന് ചോദിച്ചാൽ പാരമീനായിരിക്കും കേട്ടോ. എനിക്കെന്തോ പാരമീനിനും ആരോ കൈവശം തന്നണക്കാണ്, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ ഏത് മീനാണ് ഇഷ്ടം? ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങൾ ഉണ്ടാവല്ലേ. ഇവിടെ നമ്മുടെ സുൽത്താൻ എടുത്തു കഴിഞ്ഞാൽ അവന് നെത്തോലിയാണ് ഇഷ്ടം, സൽമാൻ എടുത്തു കഴിഞ്ഞാൽ നെയ്മീനാണ് ഇഷ്ടം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണ്. നമ്മുടെ നിസാറിക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചാളയില്ലേ, മത്തി, അതാണ് ഇഷ്ടം. അതിങ്ങനെ പൊരിച്ചൊക്കെ കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ടു, അതവിടെ വെച്ചു. ഇനിയിപ്പം തോരനൊന്ന് റെഡിയാക്കാനായിട്ട് പോവുകയാണേ. അപ്പം നമ്മളുടെ നാടൻ കറികളൊക്കെ എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്, ശരിയല്ലേ? നമ്മളുടെ ഏതൊരു കാര്യത്തിന് നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ, ഞാൻ പറഞ്ഞില്ലേ, നമ്മളെപ്പോഴും നമ്മളായിട്ട് തന്നെ ജീവിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി കേട്ടോ. കാരണം നമ്മളിപ്പം ഓരോ കാര്യത്തിന്, ഇപ്പം ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോയി, ഞാൻ നിസാറിക്കായേയും ബുദ്ധിമുട്ടിച്ച് അവിടെ കൊണ്ടുപോയി വെറുതെ അവിടെ കുറച്ച് നേരം ഇരുത്തിച്ച്, അപ്പം നിസാറിക്കാക്ക് ആ സമയം കൊണ്ട് നിസാറിക്കാക്ക് ചെയ്തു തീർക്കാനുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും. പിന്നെ ചിലരുണ്ട് കേട്ടോ, എല്ലാവരും വേണം, അതായത് എല്ലാവരും വേണം എന്നുള്ളത് തന്നെയാണ് എൻ്റെയും രീതി. പക്ഷെ ഇങ്ങനെ ഒരാവശ്യമില്ലാത്ത സ്ഥലത്ത് നമ്മൾ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്തു തീർക്കണം എന്നുള്ളതാണ് ഞാൻ ഇവിടെ എൻ്റെ മക്കളുടെ അടുത്തും എപ്പോഴും പറയുന്ന ഓരോ കാര്യങ്ങൾ. പിന്നെ എപ്പോഴും നമ്മളെപ്പോലെ ഇപ്പം എന്നെയോ നിസാറിക്കായോ പോലെ ആവണം എന്നില്ലല്ലോ നമ്മുടെ മക്കൾ. ഇത് കണ്ട് അവർ ആയിത്തീരണം എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ ഒരു ആഗ്രഹം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് വേണ്ട ഒന്നാണ് കൃത്യനിഷ്ഠ എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് ഒരാളിനെ ഉണ്ടാക്കിത്തരാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല കേട്ടോ. നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമാണ് ഈ ഇതുപോലെയുള്ള അടുക്കും ചിട്ടയും വൃത്തിയും വെടുപ്പും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അങ്ങനെ പറഞ്ഞു വന്നപ്പോഴേക്കും നമ്മളുടെ മീൻകറി റെഡിയായിട്ടുണ്ട്. നല്ല അടിപൊളി മീൻകറിയാണ് കേട്ടാ. സ്വന്തമായിട്ട് വെച്ചിട്ട് പറയുന്നതല്ല, നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടാ. എനിക്കാണെങ്കിൽ ഈ ഉച്ച സമയത്ത് ചോറ് കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം കേട്ടാ. ബിരിയാണി എന്തുണ്ടെങ്കിലും എനിക്ക് ബിരിയാണിയോടൊന്നും യാതൊരു അതായത് ഒരു താല്പര്യവും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. കഴിക്കും എന്നേ ഉള്ളൂ, അല്ലാതെ ബിരിയാണി തിന്നാൽ ഭയങ്കര സൂപ്പറാണെന്നൊന്നും വിചാരിക്കുന്നില്ല. പക്ഷെ നല്ല ചോറും ചമ്മന്തി ആയാലും മതി കേട്ടോ. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. നിങ്ങൾക്കൊക്കെ എങ്ങനെ? ചോറിനോടാണോ ഇഷ്ടം, അതേ ഇതുപോലെ ബിരിയാണിയാണോ, അതേ പലഹാരമാണോ? ചിലർക്ക് പലഹാരമൊക്കെ ആയിരിക്കും കഴിക്കാനായിട്ട് താല്പര്യം കേട്ടോ. അപ്പം എടുപിടി ടപ്പേന്ന് നമ്മളുടെ കറികളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പയർ തോരൻ, പയർ ഇച്ചിരി കുക്കറിലായതുകൊണ്ട് ഒന്ന് വെന്തുപോയി, കുഴപ്പമില്ല. ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇനിയിപ്പം ഈ മീനൊന്ന് വറുത്തെടുക്കണം, അത് മാത്രമേ ഉള്ളൂ പണി കേട്ടോ.
ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ നേരെ കഴിക്കുന്ന ഒരു രംഗമാണ് കേട്ടാ. കാരണം ഇവരൊക്കെ ഇവിടെ വിശന്നിരിക്കുന്നുണ്ട് കേട്ടാ. എനിക്ക് എന്നെ പാവം തോന്നി കേട്ടാ. അപ്പം ഞാൻ ഈ പറഞ്ഞ മാതിരി ഇപ്പം എടുപിടിന്ന് ചെയ്തത് കൊണ്ട് നമുക്ക് നല്ല റാഹത്തായിട്ട് ഇപ്പം കഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ. രാവിലെ ഫുഡിൻ്റെ ടൈമൊന്നും ഞാനിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഫാബിമോളാണ് ഇവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തത്. അവർ സ്വന്തം അവരുണ്ടാക്കി കഴിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പം എനിക്കിങ്ങനെയാണ് കേട്ടോ. ഇപ്പം ഞാൻ ഉണ്ടെങ്കിൽ എനിക്ക് തന്നെ ഇവർക്കൊക്കെ നല്ല രീതിയിൽ ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹം തന്നെയാണ്. അതാണ് ഞാൻ സമയമില്ലാഞ്ഞിട്ട് പോലും ഓടിപ്പിടിച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് കുക്ക് ചെയ്യാനായിട്ട് കയറിയത്. ഏത് കാര്യവും ആർക്കും നടക്കും കേട്ടോ. അല്ലാതെ ഒരാളിന് നിങ്ങൾക്ക് ആർക്കും ദിവ്യ ശക്തിയൊന്നും പടച്ചോൻ കൊടുത്തിട്ടില്ല. എല്ലാവർക്കും ഒരേപോലെ തന്നിട്ടുള്ളൂ. അത് നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും കേട്ടോ. പിന്നെ ചെയ്യാനുള്ളൊരു മനസ്സ്, വിളമ്പാനുള്ളൊരു സന്തോഷം, അതൊക്കെ നമ്മൾ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ജീവിതം സുഖമാക്കാം, സുന്ദരമാക്കാം, നല്ല സന്തോഷപ്രദമാക്കാം. അങ്ങനെതാ നമ്മളുടെ കറികളും എല്ലാം ഡൈനിങ്ങിലേക്ക് കൊണ്ടുവച്ചു. ഞാനിങ്ങനെയൊക്കെ തന്നെ നമ്മൾ മാത്രം ഉണ്ടെങ്കിൽ ചട്ടിയൊക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ കൊണ്ടുവയ്ക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ചട്ടിയിലുള്ള കറിക്കൊക്കെ എന്തോ ഒരു ഡിമാൻഡാണ് അല്ലേ? പിന്നെ നമ്മൾ വീട്ടിൽ വെക്കുന്നതിനാണോ വലിയൊരു പ്രശ്നം? അങ്ങനൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരു കാര്യത്തിനും നാണക്കേടും മാനക്കേടും ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മളായിട്ട് നിൽക്കുക, നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ വെടിപ്പോടെയും കൃത്യനിഷ്ഠയോടെയും ചെയ്യുക. ഇത് തന്നെയുള്ളൂ എനിക്ക് എല്ലാവരോടും, പ്രത്യേകിച്ച് പുതിയ കുട്ടികളോടും എൻ്റെ മക്കളോടും ഒക്കെ എനിക്ക് പറയാനുള്ള കാര്യം. പിന്നെ അത് ഓരോരുത്തരെ എടുക്കുന്നത് പോലെയൊക്കെ ഇരിക്കും. അത്ര എഴുതാം. നമ്മുടെ കുഞ്ഞിപ്പെണ്ണിരുന്ന് കഴിക്കാൻ വന്നിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ആദ്യമൊക്കെ കൊച്ചു കുഞ്ഞായതുകൊണ്ട് എല്ലായിടം വലിച്ചു വാരിയിടും. അതൊന്നും നമ്മൾ കണക്കാക്കണ്ട. വഴിയെ ഇൻഷാ അല്ലാ എല്ലാം ശരിയാവും. അപ്പോൾ അവള് കയ്യിൽ നിന്ന് നമ്മളൊക്കെ നോക്കിയാണ് കഴിക്കുന്നത്. അപ്പോൾ ഷെയറിങ് മെൻറ്റാലിറ്റിയും കൂടി ആ കുഞ്ഞ് പഠിക്കും എന്നുള്ളതാണ്. നമ്മൾ എടുക്കുന്നതെല്ലാം അവൾക്കും വെച്ചു കൊടുക്കണം. കണ്ടോ, അത് അവളുടെ ഒരു സന്തോഷം. അപ്പം അവളെ അത്രയും ഗൗനിക്കുന്നു എന്ന് അവൾക്കും ഒരു തോന്നലുണ്ടാവുമല്ലോ. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നമുക്ക് അടുത്ത് നല്ല റെസിപ്പിയോ വ്ളോഗായിട്ടൊക്കെ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.